ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള നല്ലൊരു സ്നാക്കാണ്. റാഗി അറിയാമല്ലോ, വളരെയധികം പ്രയോജനകരമായ ഒരു ഫുഡാണ്. ഇത് റാഗിയിൽ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് അളവ് കപ്പിൻ്റെ വലിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റ് വറുത്താൽ മതിയാവും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇത് റാഗി ഇടുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ്, എന്നിട്ട് ഇതിരുന്ന് തണുക്കട്ടെ. നല്ലവണ്ണം തണുക്കണം. നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെയധികം രുചികരമായ, അല്ലെങ്കിൽ ഞാൻ കാണിക്കത്തില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും. ഇത് നല്ല പോലെ പൊടിച്ചിട്ട് വരാം. ഇത് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭസ്മം പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പയിൽ വയ്ക്കാം. കല്ലില്ലാത്ത റാഗി നോക്കി വാങ്ങിക്കുക. കല്ലില്ലാത്തത് വേണം തിരഞ്ഞെടുക്കേണ്ടത്. അത് കിട്ടുമ്പോൾ അതാണ് ഞാൻ വാങ്ങിയത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് കഴിക്കുന്നത് കൊച്ചു കുട്ടികൾക്കും എല്ലാം നെയ്യ് നല്ലതാണ്. നമുക്ക് ജോയിൻറ്റ് പെയിൻ അതൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഈ നെയ്യിട്ട് നല്ല ഗുണമാണ്. ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 3 ഏലക്കായുടെ തരിയും കൂടി ഈ റാഗി പൗഡറിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചിട്ട് വരാം. ആദ്യമേ ഇടേണ്ടതായിരുന്നു, അപ്പോൾ മറന്നുപോയി. ഇനിയിപ്പോൾ ആദ്യമേ ഇടുക ഏലക്കാത്തരി. ഇപ്പം 3 എണ്ണം ഇട്ടു. ഇനി നമുക്ക് ഈ ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. റാഗി പൗഡർ വാങ്ങിച്ചിട്ട് കിട്ടുമല്ലോ, അവൈലബിളാണ്. അപ്പോൾ അത് വാങ്ങി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്ത് പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് നമുക്ക് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. എങ്ങനെ വറുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ആയിട്ട് ഒന്ന് വറുക്കുക. ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലോട്ടും വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ചൂട് കൂടുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടാക്കി അങ്ങനെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ശർക്കരപ്പൊടിയിലും കല്ലില്ല, പൊടി ശർക്കര വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതും കൂടി ഒന്ന് ഇതിലോട്ടിട്ട് വറുത്ത് കൊടുക്കാം. അങ്ങനെ ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കാവും. ഇങ്ങനെ ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നല്ല വഴറ്റിയിട്ടുണ്ട്. നല്ല സ്വാദും നല്ല മണവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, ഫ്ലെയിം ഓഫ് ചെയ്തു, ഈ പാത്രം വെച്ചതിന് ശേഷം ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഒരു പാത്രത്തിലോട്ടൊന്ന് തട്ടി വയ്ക്കാം. ഇനി നമുക്ക് അതിലിടാൻ വേണ്ടി വെള്ള എള്ള് കിട്ടും കടയിൽ. വെള്ള എള്ള് ഇത് 50 ഗ്രാമാണ്. അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പാത്രം അടുപ്പയിൽ വെച്ചിട്ട് ഇത്ര ഇട്ടു. ആവശ്യത്തിന് അനുസരിച്ച് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എള്ള് കഴിക്കുന്നത് ശരീരത്തിന് നല്ല ഗുണപ്രദമാണ്. വെള്ള എള്ള് ഇല്ലെങ്കിൽ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഓരോ ബർണറിന് അനുസരിച്ചിരിക്കും. ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പൊട്ടും ചെറുതായിട്ട്. ഇതുപോലെ പൊട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. അങ്ങനെ ലഡുവൊക്കെ തോറ്റു പോകും. അത്രയ്ക്ക് നല്ല സ്വാദുള്ള ഒരു റാഗി കൊണ്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ റാഗി കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇതുപോലെ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുളകളാക്കി നമുക്ക് ചെറു ചൂടോടെ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടോ, എല്ലാം ബോളുകളാക്കിയിട്ടുണ്ട്. നല്ല പിടിച്ചുരുട്ടുക. അപ്പോൾ എന്നിട്ട് ഈ ബോളുകളൊക്കെ എടുത്തതാ ഇതിലോട്ടിട്ട് കൊടുക്കാം. 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണം ഉണ്ട്.
അതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇത് എല്ലാം ഇങ്ങനെ ആക്കി എടുക്കാവുന്നതാണ് നമുക്ക്. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കണ്ടോ, അടിപൊളിയാണ്. കഴിച്ച് നോക്കൂ. ഇതുപോലെ ഉണ്ടാക്കി ഞാൻ പൊട്ടിച്ചത് കാണിച്ചു തരാം. അങ്ങനെ കണ്ടോ, അതീവ രുചിയുള്ളതാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. അത് എല്ലാവർക്കും എല്ലാ നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. എല്ലാവർക്കും